തലസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടരുന്നു. അദ്ദേഹം ഇപ്പോൾ BJP ജനപ്രതിനിധികളുടെ യോഗത്തിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി എത്തിയിട്ടുണ്ട്. കേരളീയ വേഷത്തിൽ ആണ് അമിത്ഷാ അവിടേക്ക് എത്തുന്നത്. കവടിയാർ ഉദയ് പാലസിൽ അമിത്ഷാ എത്തിക്കഴിഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വരവ്. BJPയുടെ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുവാനായാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയത്. ചരിത്രത്തിലാദ്യമായി ഒരു നഗരസഭാ ഭരണം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് BJP നേടിയെടുക്കുന്നു. 50 പേർ ജയിച്ച് എത്തുന്നു. BJPയുടെ മേയർ ഉണ്ടാകുന്നു, ഡെപ്യൂട്ടി മേയർ വരുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്രം കുറിച്ച മുന്നേറ്റമാണ് BJP നടത്തിയത്. അവരടക്കമുള്ള BJPയുടെ ജനപ്രതിനിധികളെ കാണുവാനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അവിടേക്ക് എത്തിയത്. ഇന്ന് അദ്ദേഹം BJPയുടെ നേതൃയോഗത്തിലും കോർ കമ്മിറ്റിയിലും പങ്കെടുക്കും. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് ഔപചാരികമായ തുടക്കമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അമിത്ഷായുടെ വരവ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അദ്ദേഹം വന്ന് തുടങ്ങി വയ്ക്കുന്നിടത്തൊക്കെ പിന്നീട് ഭരണം ഉണ്ടാകുന്ന സാഹചര്യം. MS വീണ ഒപ്പം ചേരുന്നുണ്ട്. വീണ, അമിത്ഷാ എത്തി, ജനപ്രതിനിധികളുടെ യോഗമാണ്. 50 പേർ തലസ്ഥാനത്ത് നിന്ന് തന്നെയുണ്ട് നഗരസഭാ ഭരണം പിടിച്ചവർ. ബാക്കിയുള്ള BJP പ്രതിനിധികളെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകും. വിവരങ്ങൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ജനപ്രതിനിധി സമ്മേളനം നടക്കുന്ന കവടിയാറിലെ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയത്. ആഭ്യന്തരമന്ത്രിയെ കാണാൻ നിരവധി BJP പ്രവർത്തകരാണ് ഇവിടെ കാത്തുനിന്നത്. അവരെ കണ്ട് അവരെ വണങ്ങി, ഒപ്പം തന്നെ നിങ്ങൾക്ക് സുഖമല്ലേ എന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചത്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ, BJP പ്രവർത്തകരും നിരവധി പേരാണ് ഇവിടെ അദ്ദേഹത്തെ കാത്തുനിന്നത്. അദ്ദേഹത്തെ ജനൻ TVയുടെ പ്രതിനിധിയായി തന്നെ നമ്മുടെ ചെയർമാനും ഒപ്പം തന്നെ പ്രതിനിധികളുമൊക്കെ ഇവിടെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി പേർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ കാത്തുനിന്നു. ജനൻ TVയുടെ MT ആയ ചെങ്കൽ രാജശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി വരുമെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിന് മുന്നോടിയായുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു വരവ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വളരെ കൗതുകത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയാണ് ഓരോ പ്രവർത്തകരും കാത്തു നിൽക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില പ്രഖ്യാപനങ്ങൾ BJP നടത്തിയിരുന്നു. ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും തുടർ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഴ്ചവെക്കുവാനുമായി സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ചർച്ചകളുമൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കും. ഇപ്പോൾ ഈ വേദിയിലേക്ക്, അതായത് ജനപ്രതിനിധികളുടെ സമ്മേളനം നടക്കുന്ന BJPയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളടക്കം ഈ വേദിയിലുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയത്. എപ്പോഴും പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ മാറ്റേകുന്നത് തന്നെയാണ് ഇവരുടെ സന്ദർശനം. ഒപ്പം തന്നെ തുടർന്ന് നേതാക്കൾ ആഭ്യന്തരമന്ത്രി അടക്കം നടത്തുന്ന പ്രഖ്യാപനങ്ങളെയും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം കേരളീയ വേഷത്തിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 11 മണിക്ക് അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. 20 മിനിറ്റുകളോളം നീണ്ടുനിന്നു അവിടുത്തെ ദർശനം. ആ ദർശനത്തിൽ രാജകുടുംബാംഗം, കവടിയാർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യ വർമ്മയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, മറ്റു നേതാക്കളൊക്കെ സംസ്ഥാനത്തെ മറ്റ് നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. BJP ഭരണത്തിലേറിയ, നഗരസഭയിൽ ഭരണത്തിലേറി നഗര പിതാവായി VV രാജേഷ് എത്തിയതിന് പിന്നാലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ, പ്രഖ്യാപിച്ച നിരവധി പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാവുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം ഉദയ പാലസിൽ, അതായത് കൺവെൻഷൻ സെന്ററിൽ ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെയാണ് ജനപ്രതിനിധികളുടെ സമ്മേളനം നടക്കുക. ആ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
കേരളം ഉറപ്പാക്കണം വിശ്വാസ സംരക്ഷണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ യോഗത്തില് ആദ്യമായിട്ട് ശ്രീ അമിത്ഷാജിക്ക് സ്വാഗതമേകാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടിയിട്ട് ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ശ്രീ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്. ശബരിമല സംരക്ഷണം ഈ കരങ്ങളിൽ സുരക്ഷിതമെന്ന വിശ്വാസത്തോടുകൂടി അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നൽകിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇപ്പോൾ ശ്രീ അമിത്ഷാജിയെ എല്ലാവർക്കും വേണ്ടി ഇവിടെ ആദരിക്കുകയാണ്. പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിമാരും ഒപ്പം മേഖലാ പ്രഭാരി ശ്രീ കെ സോമൻജിയും ശ്രീ അമിത്ഷാജിയെ ഇപ്പോൾ ഇവിടെ ആദരിക്കുകയാണ്. തിരുവനന്തപുരം നോർത്ത് സംഘടനാ ജില്ലയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ രജികുമാർ അവർകൾ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം തിരുവനന്തപുരം സൗത്ത് സംഘടനാ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലം ബിജു അദ്ദേഹവും ശ്രീ അമിത്ഷാജിയെ ആദരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും മികച്ച ഒരു വിജയവുമായിട്ട് ഈ പത്മനാഭന്റെ മണ്ണിൽ താമരകൾ വിരിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ മേയറായിരിക്കുന്ന ശ്രീ വി വി രാജേഷും ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ശ്രീമതി ആശാനാഥും ഇപ്പോൾ ശ്രീ അമിത്ഷാജിയെ ഇവിടെ സ്വീകരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, അതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, അവർ രണ്ടുപേരും ഇവിടെ സ്റ്റേജിൽ വന്ന് ശ്രീ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്.